ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കൊല്ലത്ത് വെച്ചിട്ടാണ് ഇന്നുണ്ടായത്. അപ്പം ട്രെയിനിങ്ങിൽ പങ്കെടുത്ത റേനത്തെയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇത് ആക്ച്വലി എന്നെ പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ടായത്. കാരണം വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. അപ്പം ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു റേനത്ത്? വളരെ നല്ല അനുഭവമായിരുന്നു. നാളെ തൊട്ട് വണ്ടി എടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ട്. ഒറ്റയ്ക്കെടുത്ത് പോകുന്നതായിട്ടുണ്ട്. ഒറ്റയ്ക്കെടുത്ത് പോകുന്നതായിട്ടുണ്ട്. പിന്നെ പാർക്കിങ്ങിന്റെ ഒക്കെ കുറച്ച് ഒരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ, അതൊക്കെ മാറി കിട്ടി. പിന്നെ ഞാൻ കൊറോണയ്ക്ക് മുമ്പ് തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് ലൈസൻസ് എടുത്തിട്ട് കുറച്ചധികം കാലമായെങ്കിലും നമ്മള് വണ്ടി എടുക്കാൻ തുടങ്ങിയത് വീഡിയോസ് കണ്ടതിന് ശേഷമാണ്. അപ്പൊ അതിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു, അടുത്തെവിടെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എന്തായാലും ലക്കിലി ഇങ്ങനെ കണ്ടത്, ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 3 മാസത്തിനുള്ളിലായി. സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ പറയാനാണെങ്കിൽ വളരെ ചേഞ്ച് ഉണ്ട്. അങ്ങോട്ട് ചെന്നിരുന്നപ്പോൾ രാവിലെ തൊട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്. ഡ്രൈവിംഗ് ടെസ്റ്റിന് പോലും ഞാൻ ഇത്ര ഒരു എക്സൈറ്റ്മെന്റ് ഇരുന്നിട്ടില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ. അപ്പോ ഇപ്പൊ തിരിച്ചു വന്നപ്പോ എങ്ങനെ നേരം വെളുത്താ പോയി വണ്ടി എടുക്കാന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. സൈഡ് ജഡ്ജ്മെന്റ് ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. സൈഡ് ജഡ്ജ്മെന്റ് ഏറ്റവും ഉപകാരമായത് അതാണ്. പിന്നെ ഇപ്പം ആക്ച്വലി വണ്ടികളെ കാണുമ്പോ ഇപ്പൊ അങ്ങനെ പേടിയില്ലല്ലോ. പേടിയില്ല. വണ്ടി എന്റെ വണ്ടി എനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നി. അതാണ് അത് വലിയ കാര്യം. അതായത് കറക്റ്റ് എത്ര സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ എനിക്ക് ഒരു റോഡ് കംപ്ലീറ്റ് എന്റെ വണ്ടി നിറഞ്ഞു നിൽക്കുന്ന പോലെയാണ് എപ്പോഴും ആണ്. മുന്നേ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇതാണ് വലിയ പ്രശ്നം. പിന്നെ മിറർ കറക്റ്റ് ആയിട്ട് 2 ടൈപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. പലരും ചെയ്യാത്ത കാര്യം, അത്യാവശ്യമാണ്. പലരും ചെയ്യാത്തൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഒരേ മിറർ സെറ്റിംഗിൽ എപ്പോഴും ഓടിച്ചു പോകും. പക്ഷെ നമുക്ക് പാർക്കിംഗ് വരുന്ന സമയത്ത് സീറ്റ് സെറ്റിംഗ്സ്, സ്റ്റിയറിംഗ് സെറ്റ് ചെയ്തു, കറക്റ്റ് ആണ്, എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പൊ കംഫർട്ടായ രീതിയിലായിട്ടുണ്ടല്ലേ? ഇരിക്കുന്ന തന്നെ കംഫർട്ട് ആയപ്പോ തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം. ഡ്രൈവിംഗിൽ എപ്പോഴും വേണ്ടത് ആ ഒരു സമാധാനമാണ്. സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും. സജഷൻ തോന്നുന്നു. എനിക്ക് ആക്ച്വലി ഒരാൾ ഓടിക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഒരു 10 മിനിറ്റ് ഒരാൾ കൂടി ഇരുന്നാൽ മനസ്സിലാവും എത്രത്തോളം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്, സംഭവം ഓക്കെ ആയിട്ടുണ്ടോന്ന്. അത് കഴിഞ്ഞാൽ ആ സംഭവം ആൾക്ക് മനസ്സിലായെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയില്ല. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അത് മനസ്സിലായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ വെറുതെ ഒരാൾ എന്തിനാ ബോറടിപ്പിക്കുന്ന നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് തിരിക്കുന്ന പറയേണ്ട കാര്യമില്ല. വേറെ എന്തെങ്കിലും സംസാരിക്കാം. എന്താ വെച്ചാൽ അത് മനസ്സിലായി. പിന്നെ നമ്മള് ചെക്ക് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുന്നുണ്ട്. ചില എവിടെയെങ്കിലും തെറ്റ് വരുന്നുണ്ടോ? അതെ, അത്ര കൂടുതലായിട്ട്. അതെ എന്താ വെച്ചാൽ അത്ര കൂടുതലായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഡ്രൈവിംഗ് കറക്റ്റ് ആയിട്ട് നടക്കണം. കൈയും കാലൊക്കെ കൃത്യമായിട്ട് പോകണം. ഇവിടെ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ പോലും മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അഥവാ മൈൻഡ് മാറിയെങ്കിലും കൈയും കാലം നേരെ പോകണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ വിളിച്ചു, അല്ലെങ്കിൽ ഒരു സൗണ്ട് കേട്ടു, കൈ കാലൊക്കെ എവിടെയെങ്കിലും പോകും. അങ്ങനെ പോകാൻ പാടില്ല. എനിക്ക് ഡ്രൈവിംഗ് അറിയാമെന്ന് വെച്ചാൽ അറിയാം. പക്ഷെ ആ ഒരു ഇത് നമ്മള് യാത്രക്കാരിയായിട്ടിരിക്കുമ്പോ എനിക്ക് മ്യൂസിക് കേട്ട് വളരെ ഇഷ്ടം. നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോ എങ്ങനെയും ഡ്രൈവിംഗ് എവിടെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്നത് വരെ എനിക്ക് മ്യൂസിക്കും വേണ്ട, ഫോണും വരരുത്, അങ്ങനെ ഒരു മൈൻഡായിരുന്നു. പക്ഷെ ഇന്ന് തിരിച്ച് റിട്ടേണിൽ വന്നപ്പോഴത്തേക്ക് നമ്മള് കുറച്ച് സെറ്റായി. അപ്പം പാട്ട് വെച്ച സമയത്തൊന്നും പ്രശ്നം ഉണ്ടായില്ല. ഞാൻ വണ്ടിയില് മ്യൂസിക് വെച്ചതിനൊരു ഉദ്ദേശം അത് തന്നെയാണ്. മൈൻഡ് അങ്ങനെ മാറാൻ പാടില്ല. ആ പാട്ട് എൻജോയ് ചെയ്ത് പറ്റണം ശരിക്കും. അങ്ങനെ ആകുമ്പോഴേ നമുക്കത് ശരിക്കും പഠിച്ചു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഉള്ളിൽ ടെൻഷൻ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും കേൾക്കാൻ പറ്റില്ല. എന്ത് പാട്ടാ കേട്ടെന്ന് വെച്ചാൽ പോലും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവരുത്. ഇനിയിപ്പോ വേണ്ടത് പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് വേണം. ഇവര് വലിയ വണ്ടിയാണ്, കറക്റ്റ് ആണ്. അപ്പം വലിയ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നീളും വീതിയൊക്കെ കറക്റ്റ് മനസ്സിലാക്കി. അതെ, അത് ഫോളോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് വലിയ കാര്യമാണ്. അങ്ങനെ ഈ പറഞ്ഞ കാര്യം, അതായത് നമുക്കൊരു എത്തിക്സ് ഉണ്ടാവും എല്ലാ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന്. ഈ പറഞ്ഞ കാര്യം അത് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു സീബ്ര ലൈന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് ചവിട്ടി കൊടുക്കും. അതൊരു മര്യാദയാണ്. എത്ര പേരുണ്ട് നമ്മുടെ കേരളത്തിൽ ചവിട്ടി കൊടുക്കുന്നവര്, നിർത്തുന്നവർ എത്ര പേരുണ്ട്? ഇല്ല. ഇപ്പം ഒരു സീബ്ര ലൈൻ കണ്ടു കഴിഞ്ഞാൽ പല ആളുകളും ചെയ്യുന്ന വെച്ചാൽ സ്പീഡ് കൂട്ടും. എന്തിനാ വെച്ചാൽ ആരും കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയല്ല, നമ്മള് ആൾക്കാർക്കും പരിഗണന കൊടുക്കണം, അവർക്കും ജീവിക്കണ്ടേ. സജീഷിന്റെ നേരത്തെയുള്ള വീഡിയോസിലും നമ്മൾക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു പൂച്ച മനുഷ്യനല്ല ഒരു ജീവൻ ഏതായാലും
അത് ചെയ്യാം. നമ്മളെന്തിനാ, നമുക്ക് മാത്രമല്ലല്ലോ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം എല്ലാവർക്കും ഉണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് മാത്രമല്ല. അപ്പം അവർക്കും ജീവിച്ച് പോയിക്കോട്ടെ. ഇപ്പൊ ഒരു ഓന്ത് പോകുന്നുണ്ടെങ്കിൽ ചിലവർ സ്പീഡ് കൂട്ടും, അതിന്റെ മേലെ കൂടെ കയറിട്ടെന്ന് വെച്ചാൽ. അങ്ങനെയല്ല, ഓന്തിന് ജീവിക്കണ്ടേ, നമുക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ. നമ്മൾ മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് പോവാ. പിന്നെ ഇപ്പൊ ചെറിയ നമ്മൾ അറിയാണ്ട് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയുന്ന കേസിലൊക്കെ നമ്മൾ വൃത്തിയിൽ മാന്യമായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പിന്നെ ശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. വീഡിയോസ് ഇഷ്ടപ്പെടാനും കാരണം അതാ, ആ ഒരു റീസൺ കൂടി ഉണ്ടല്ലേ. നമുക്ക് ആ ഒരു മനുഷ്യത്വപരമായിട്ട് ഓടിക്കാനും. സത്യം, ഓവർ സ്പീഡ് അല്ല നല്ല ഡ്രൈവിംഗ് എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്, നമ്മള് ഭയങ്കര 100-ലേക്ക് ഓടിക്കുമ്പോഴാണ് വലിയ ഡ്രൈവർ ആവുക. അതൊക്കെ ഭയങ്കര തെറ്റായ കാര്യമാണ്. മെല്ലെ വൃത്തിക്ക് എല്ലാ സ്ഥലത്തും എടുത്തു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയി നിർത്തും. സ്പീഡ് കൂട്ടാൻ എന്താ പണി? നന്നായി ചവിട്ടിയ അത് ആര് ചവിട്ടിയാലും വണ്ടിക്ക് സ്പീഡ് കൂടും, അതല്ല കാര്യം. അപ്പം അങ്ങനെ കുറേ തെറ്റിദ്ധാരണയുള്ള ആളുകളുണ്ട്. ചിലവർ പറയും അയാളെ ഡ്രൈവിംഗ് കൊള്ളില്ല, മല്ല പോകുന്നതെന്ന്. പക്ഷെ അത് പക്കയായിരിക്കും ചെയ്യുന്ന കാര്യം. അപ്പം മല്ല പോകുന്നതുകൊണ്ടൊന്നും നാട്ടിൽ സംഭവിക്കാനും പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഇത്ര സ്പീഡിൽ മിനിമം പോകണമെന്ന് നമ്മുടെ രാജ്യത്ത് അങ്ങനെ റൂളൊന്നുമില്ല. അപ്പം അത് ഞാനത് ഓൾറെഡി എത്തിയോട് പറയുകയും ചെയ്തു നേരത്തെ. മെല്ലെ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മാക്സിമത്തിനാണ് എപ്പോഴും സ്പീഡ് ലിമിറ്റ് ഉള്ളത്. മെല്ലെ നമ്മളിഷ്ടമാണ്, നമ്മളെ കംഫർട്ടാണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കി ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം. എന്തായാലും ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് വന്ന് ബുക്ക് ചെയ്യാം. ഇവരൊക്കെ കുറെ നാളായിട്ട് ഒരു ബുക്കിംഗ് ചെയ്യാൻ നഷ്ടപ്പെടാനൊന്നുമില്ല, നമുക്ക് ഇടാൻ പറ്റും മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്നെ പോലെ ഒത്തിരി പേര് കാണും, നമുക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ എവിടെയോ ഒരു ബ്ലോക്ക്, എന്താ ഒരു മെയിൻ ബ്ലോക്കിൽ ഇരിക്കുന്നത്, എന്താ കാര്യം എന്ന് അറിയാൻ പറ്റില്ല. ഒന്നെങ്കിൽ പാർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ റോഡിലുള്ള എല്ലാ വണ്ടികളും കാണുമ്പോൾ ഉള്ള ഒരു പേടിയായിരിക്കും. അതെ. പിന്നെ ചില ആളുകൾക്ക് ഒരു ഡൗട്ട് എന്താ പറയുക, ഈ ഒരു ക്ലാസ് കൊണ്ട് എന്താവാൻ, ഇപ്പം 2 ക്ലാസ് വേണ്ടേ 3 ക്ലാസ് വേണ്ടെന്നൊക്കെ ആളുകൾ ചോദിക്കും. ഞാൻ എപ്പോഴും പറയാറില്ലേ, കുറച്ച് മണിക്കൂറേ വേണ്ടൂ. ആ കാര്യം മനസ്സിലായ പിന്നെ വലിച്ചു നീട്ടുന്ന എന്തിനാ? രണ്ടുപേരും ഇപ്പം പഠിക്കാൻ വരുന്ന ആൾക്കും സമയത്തിന് വിലയുണ്ട്, നമ്മൾക്ക് സമയത്തിന് വിലയുണ്ട്. നമ്മൾ എന്തിനാണ് പിന്നെ വേണ്ടത് പ്രാക്ടീസ് ആണ്. ഇവർ ആദ്യം പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഒരാൾ ഒന്നിച്ചിരിക്കാതെ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ തന്നെ ആരെങ്കിലും ഒരാൾ വേണം. അപ്പൊ എന്തോ ഒരു കുറവ് ഉണ്ട്, എനിക്ക് ആദ്യം മനസ്സിലായി. അപ്പം ഇതാണ് പ്രശ്നം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. ഇപ്പൊ റെയിനത്തൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്നവരോട്, അല്ലെങ്കിൽ ഈ പേടിച്ച് നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അതിനെ കൊണ്ടാവൂലെന്ന്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു സമയത്ത് പറയാം. എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും, അതിപ്പോ ഏത് കാര്യത്തിലായാലും ഉണ്ടാകും. നമ്മളത് ചെയ്ത് പ്രാക്ടീസ്, അതും അറിയാവുന്നവരോടുകൂടി നമുക്ക് കോൺഫിഡൻസ് തരുന്നവരോടുകൂടി, അതാ പ്രധാനം. നമുക്ക് അടുത്തിരിക്കുന്ന ആള് എപ്പോഴും പേടിപ്പിച്ച് ശരിയായില്ല, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ വഴക്ക് പറയുന്നവരാണെങ്കിൽ നമുക്ക് ഒട്ടും പിന്നെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ പറ്റില്ല. സജീഷ് സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല, വളരെ കൂളാണ്, നമുക്ക് റിലാക്സ് ആയിട്ട് ഓടിക്കാം. നമ്മൾ ഫസ്റ്റ് അങ്ങനെ ഓടിക്കുവാണെന്ന് ഞങ്ങൾ വളരെ ദൂരം പോയി, ഇങ്ങനെ പോകാണെന്ന് പോലും തോന്നില്ല. നമ്മൾ നോർമലി കാഷ്വലി നമ്മുടെ വെതറിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ച് പോകുന്ന പോലെ ഒരു ഫീലിങ്ങിൽ അങ്ങ് പോകാം. കൊല്ലത്ത് ആദ്യമായിട്ട് ഇവരാണ് റിവ്യൂ തന്നത്. കൊല്ലത്തെ ക്ലാസ് കുറെ കഴിഞ്ഞു, പക്ഷെ റിവ്യൂ തരാൻ പലരും വില്ലിങ് അല്ല. എന്താന്ന് എനിക്കറിയില്ല. പിന്നെ തരുന്നവരുടെയൊക്കെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. അപ്പം ഇവര് ആക്ച്വലി ഉണ്ട്. അല്ല, എന്നോട് ആദ്യം പറഞ്ഞു ഞാനൊരു റിവ്യൂ കണ്ടിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്, അതുകൊണ്ട് എനിക്കൊരു റിവ്യൂ തരുന്നതിന് പ്രശ്നമില്ലാന്ന്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും കാണും. അതെ, സത്യം. ഇനിയിപ്പം കൊല്ലത്തുള്ളവരാരെങ്കിലൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ രേണുത്താത്തേന ഐഡന്റിഫൈ ചെയ്യും. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതും കൂടി പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് അടുത്താണല്ലേ? അപ്പൊ ഇനിയിപ്പം നാളെ മുതൽ വണ്ടി എടുത്തിട്ട് പോകാൻ പോവാണ്. അപ്പം എല്ലാവിധ ആശംസകളും നേരുകയാണ്. പിന്നെ ഡെയിലി ഡ്രൈവ് ചെയ്ത് പോകണം, എന്നാലേ ഓക്കെ ആവുള്ളൂ. അപ്പം നമുക്ക് പിന്നെ ഡെയിലി ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഫെമിലിയർ ആയിട്ട് തോന്നും. ഡെയിലി ചെയ്യാത്തത് പ്രശ്നം തന്നെയാണ്. പ്രശ്നം ചെയ്യാത്തത് പേടിയുണ്ട്, പേടിയല്ല, ഒരു ചെറിയൊരു ഒരു അസ്വസ്ഥത ഉണ്ട് വണ്ടി എടുക്കുമ്പോ അല്ലേ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പാർക്കിങ്ങിലായിരുന്നു പ്രശ്നം ഏറ്റവും മൈൻഡിൽ കിടക്കുന്നത്. വണ്ടി എടുക്കുമ്പോഴേ എവിടെയാ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെൻഷൻ. ഒരു വീഡിയോസ് കാണുക, പിന്നെ വേണ്ടവര് അത്യാവശ്യം വേണ്ടവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത്. അത്യാവശ്യം വേണ്ടവർ കണ്ട് പഠിക്കുക. പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ 9400630735. അപ്പം കൂടുതൽ ഫീഡ്ബാക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെ, അത്യാവശ്യമുള്ളവർ നിങ്ങൾക്ക് വേറെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്യണ്ട. എന്നെ കുറച്ച് ചിലപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഈ കൊല്ലത്തൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ക്ലാസ് കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.